അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് തയ്യാറാക്കി അയക്കാനുള്ള കാരണം സാമ്പത്തിക രംഗത്ത് പുതുതായി രൂപപ്പെട്ടിട്ടുള്ള മാന്ദ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. സാമ്പത്തിക മാന്ദ്യം വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് UAE-യിൽ പ്രത്യേകിച്ചും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെയും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെടുകയും അത് വലിയ പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 1-2 വർഷങ്ങളായി മാന്ദ്യമൊക്കെ നീങ്ങിപ്പോയി, വിപണി പഴയതുപോലെ സജീവമായി എന്നൊക്കെ കച്ചവടക്കാർ പറയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാനും മാസങ്ങളായി UAE-യിൽ നിന്നും വിളിക്കുന്ന പല സഹോദരങ്ങളും പറയുന്നത് സാമ്പത്തിക മാന്ദ്യം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ്. ഏതാനും മാസങ്ങളായി കച്ചവടം വളരെ ഡള്ളാണ് എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. കുറെ ആളുകൾക്ക് ബിസിനസ് രംഗത്തുള്ള പലർക്കും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഹോൾസെയിൽ മാർക്കറ്റിലുള്ള പലരും ആളുകളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മുങ്ങി എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. UAE-യിൽ മാത്രമല്ല, സൗദിയിലും കച്ചവട രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടുന്നു എന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് GCC രാജ്യങ്ങളുടെ കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഏതായിരുന്നാലും ഈ സന്ദർഭത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യകാരണങ്ങൾ വിവരിക്കാനോ അതിനെന്തെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാനോ അല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അതെനിക്ക് സാധിക്കുന്ന കാര്യവുമല്ല. മറിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് വരുമാന മാർഗമായി കാണുന്ന അഥവാ മാന്ദ്യം നേരിട്ട് അനുഭവപ്പെടുന്ന നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളുമൊക്കെ കൈക്കൊള്ളേണ്ട നിലപാട് എന്തായിരിക്കണം, അതുപോലെ അവരെ ആശ്രയിച്ച് കഴിയുന്നവരും എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചില ചിന്തകൾ നമുക്ക് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി പറയാനുള്ളത്, ഇത്തരം ഘട്ടങ്ങളിൽ ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ് എന്ന കാര്യം നാം ഉറച്ചു വിശ്വസിക്കണം. സമ്പത്ത് അധികമാകലും ലാഭം കിട്ടലും അതുപോലെ തന്നെ സമ്പത്ത് കുറയലും അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഞാൻ ഓതിവെച്ച സൂറത്തുൽ ബഖറയിലെ 155 മുതൽ 157 വരെയുള്ള ആയത്ത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. വലനബ്ലുവന്നകും, തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉറപ്പിച്ച് തറപ്പിച്ച് അല്ലാഹു പറയാണ്. എന്തുകൊണ്ടൊക്കെ? ബിശൈഇൻ മിനൽ ഖൗഫി, കുറച്ചൊക്കെ പേടി, വൽ ജൂഇ, കുറച്ച് വിശപ്പ്, വനഖ്സിൻ മിനൽ അംവാൽ, സമ്പത്തിന്റെ കുറവ്, സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത് കുറയാ, അതുപോലെ തന്നെ മനുഷ്യർ മരിച്ചു പോവുക, ജീവഹാനി സംഭവിക്കുക, അതുപോലെ കായികനികൾ കുറയാ, വരുമാനം കുറയാ, കായികനികൾ കൃഷി കുറയാ, ഇങ്ങനെയുള്ള പലതുകൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, അത്തരം ഘട്ടങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷമറിയിക്കുക. അപ്പൊ നമ്മൾ ഇത്തരം പരീക്ഷണങ്ങളിൽ അള്ളാഹുവിന്റെ വിധിയെ പഴിക്കാതെ ഒരു തരത്തിലുള്ള അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകളും പറയാതെ ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത്. അവരെ കുറിച്ച് അള്ളാഹു തുടർന്ന് പറയുന്നു, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്തരത്തിലുള്ള എന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ അവർ പറയും, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവങ്കിലേക്ക് തന്നെ മടങ്ങിപ്പോകേണ്ടവരുമാണ് എന്നവർ പറയും. ഇത്രയല്ലേ ബാധിച്ചുള്ളൂ, ഇതിനേക്കാൾ വലുത് ബാധിച്ചാലോ എന്നവർ ചിന്തിക്കും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അത്തരം ആളുകൾക്ക് അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും ഉണ്ടായിരിക്കും, അവർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ
പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരീക്ഷണമാണെന്നും പരീക്ഷണം എന്തിനു വേണ്ടിയാണെന്നും നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ പരീക്ഷിക്കുകയാണ്. നമ്മൾ ഇസ്ലാമിൽ എത്രമാത്രം ഉറച്ചു നിൽക്കുന്നുണ്ട്, അവന്റെ നിയമനിർദ്ദേശങ്ങൾ നാം എത്രമാത്രം പാലിക്കുന്നുണ്ട് എന്ന് അല്ലാഹു പരിശോധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജബൻ ലി അംദിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം, വിശ്വാസിയുടെ കാര്യം അതിശയം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറായിരിക്കും. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്കല്ലാതെ മറ്റൊരാൾക്കുമില്ല. ഇന്ന സാബത്തുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു, എന്തെങ്കിലും സന്തോഷകരമായ കാര്യം അവനുണ്ടായാൽ അവൻ അല്ലാഹുവിന് നന്ദി കാണിക്കുകയും അങ്ങനെ അത് അവന് ഖൈറായി തീരുകയും ചെയ്യും. വഇന്ന സാബത്തുഹു ലറാഉ സബറ ഫകാന ഖൈറൻ ലഹു, എന്നാൽ എന്തെങ്കിലും ദുരിതം അവനെ പിടികൂടിയാൽ അവൻ ക്ഷമിക്കുകയും അത് അവന് ഖൈറായി തീരുകയും ചെയ്യും. അപ്പൊ പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത്. നമുക്ക് സമ്പത്തും സൗകര്യങ്ങളും കൂടുമ്പോൾ അതിന് വിട്ട് ആഹ്ലാദിച്ച് അള്ളാഹു തന്നതാണെന്നതിനെ മറന്നു പോകുന്ന തരത്തിൽ പെരുമാറാൻ പാടില്ലാത്തതുപോലെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് കരുതി ക്ഷമിച്ചാൽ അത് നമുക്ക് ഖൈറായി കലാശിക്കും. അപ്പോൾ സന്തോഷത്തിലും സന്താപത്തിലും ഖൈറാകുക എന്നത് ഒരു മുഅ്മിനിന് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, വിധിയിൽ ക്ഷമിച്ചുകൊണ്ട് അക്ഷമ കാണിക്കാതെ ആവലാതി പറയാതെ അള്ളാഹുവിന്റെ വിധിയെ പഴിക്കാതെ ഈ പരീക്ഷണത്തെ ഖൈറാക്കി മാറ്റണം. ഈ തത്വം നമ്മൾ നമ്മുടെ കുടുംബങ്ങളെയും ബന്ധപ്പെട്ടവരെ എല്ലാവരെയും പഠിപ്പിക്കണം. നന്ദികേടിന്റെ ഒരു വാക്കും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മളിൽ നിന്ന് വന്നു പോകാൻ പാടില്ല എന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണം. മാത്രല്ല, രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവുമായി കൂടുതൽ അടുക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ തെറ്റുകൾ തിരുത്താനുമുള്ള ഒരവസരമാണിത്. കാരണം അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ മടങ്ങാൻ വേണ്ടിയാണ്. വബലൗനാഹും ബിൽ ഹസനാത്തി വസ്സയ്യിആത്തി ലഅല്ലഹും യർജിഊൻ, നല്ല കാര്യങ്ങൾ കൊണ്ടും വിഷമകരമായ കാര്യങ്ങൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം. അപ്പൊ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരീക്ഷിച്ച് നമ്മൾ തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉജൂബ് തൗബത്തി ഇലല്ലാഹ് വല്ലറാഅത്ത് ഇൻദ നുസൂലിൽ മസായിബ് എന്നൊരു ലേഖനമുണ്ട്. ആപത്തുകൾ ഇറങ്ങുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും അതുപോലെ തന്നെ അവനോട് വിനയം കാണിക്കുകയും ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ആ ലേഖനത്തിന്റെ പേര്. ആ ലേഖനത്തിൽ അദ്ദേഹം ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഹസനാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസനാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻനിഅമു മിനൽ ഖിസ്ബി വറഖാഇ വസ്സിഹ്ഹതി വൽ ഇസ്സ, നല്ല ഫലഭൂയിഷ്ഠത ഉണ്ടാവുക, നല്ല സുഖമുണ്ടാകുക, ആരോഗ്യം ഉണ്ടാകുക, ഇസ്സത്ത് ഉണ്ടാവുക, വന്നസ്റു അലൽ അഅദാ, ശത്രുക്കൾക്കെതിരിൽ വിജയമുണ്ടാവാൻ അഹ്വിദാലിക്ക്. ഇതുപോലെ സയ്യിആത്ത് കൊണ്ട് പരീക്ഷിക്കാൻ എന്താ? സയ്യിആത്ത് എന്താൽ മസായിബ്, അത് മുസീബത്തുകളാണ്, ആപത്തുകളാണ്. കല്ലംറാളി, രോഗങ്ങൾ, തസ്ലീത്തുൽ അഅദാ, ശത്രുക്കൾ നമ്മുടെ മേൽ അധികാരം കിട്ടൽ, വസ്സലാസിൽ, പ്രകമ്പനങ്ങൾ, അതായത് ഭൂമി വിൽക്കം പോലുള്ള, വർരിയാഹ് വൽ അവാസിഫ്, കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, വസ്സുയൂരിൽ ജാരിഫ, പ്രളയങ്ങൾ, ജലപ്രളയങ്ങളിൽ മുദമ്മിറ, നശിപ്പിക്കുന്ന, വനഹ്വിദാലിക, ഇതുപോലെയുള്ള. എന്നിട്ട് അതേ ഒരു ആയത്ത് ഉദ്ധരിക്കണം, ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. സൂറത്ത് റൂമിലെ 41-ാമത്തെ ആയത്ത്. കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ബിമാ കസബത് അയ്ദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ സമ്പാദിച്ച നിമിത്തം. കണ്ടോ? അപ്പോ ഇവിടെ ഉണ്ടാകുന്ന പ്രളയവും കൊടുങ്കാറ്റും അതുപോലെ തന്നെ എന്തെല്ലാം ആപത്തുകൾ അള്ളാഹു നമുക്ക് ഉണ്ടാക്കുന്നത് അതെല്ലാം നമ്മുടെ പ്രവർത്തന ഫലമായിട്ടാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ പ്രവർത്തിച്ചതിന്റെ ചില ഭാഗങ്ങൾ അവരനുഭവിപ്പിക്കാൻ വേണ്ടി, മുഴുവൻ അനുഭവിപ്പിക്കുന്നില്ല. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം. എന്നിട്ട് ശൈഖ് അവറുകൾ അതിന്റെ മഅന വിശദീകരിക്കുകയാണ്. വൽ മഅന അന്നഹു സുബ്ഹാനഹു ഖദ്ദറ മാ ഖദ്ദറ മിനൽ ഹസനാതി വസ്സയ്യിആതി വമാ ലഹറ മിനൽ ഫസാദി ലിയർജിഅ അന്നാസു ഇലൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹസനാത്തുകളും സയ്യിആത്തുകളും, അത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വിധിച്ചത്, കണക്കാക്കേണ്ടവൻ കണക്കാക്കിയത്, അതുപോലെ തന്നെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഫസാദുകൾ അവൻ കണക്കാക്കിയത് എന്തിനു വേണ്ടിയാണ് അവൻ വിധിച്ചത്? ലിയർജിഅ അന്നാസു ഇലൽ ഹഖ്, ജനങ്ങൾ സത്യത്തിലേക്ക് മടങ്ങാൻ വേണ്ടിയാണ്.
വയുബാദിറു ബിത്തൗബത്തി മിമ്മാ ഹറമല്ലാഹു അലൈഹിം, അല്ലാഹു അവരോട് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും അവർ തൗബ ചെയ്യാൻ വേണ്ടിയാണ്, പശ്ചാത്തപിച്ച് മടങ്ങാണ്. വയുസാരിഉ ഇലാ തഅത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനും റസൂലിനെയും അനുസരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ ധൃതിപ്പെട്ടു പോകാനാണ്. ലിഅന്നൽ കുഫ്ര വൽ മആസിയ ഹുവ സബബു കുല്ലി ബലാഇൻ വശർരിൻ ഫിദ് ദുനിയ വൽ ആഖിറ. കണ്ടോ, കുഫ്ർ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നിഷേധം അതുകൂടി വരും അതില്. വൽ മആസി തെറ്റുകുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ, അതാണ് എല്ലാ പരീക്ഷണങ്ങളുടെയും ദുനിയാവിലും ആഖിറത്തിലുമുള്ള എല്ലാ ഷർറിന്റെയും കാരണം. കണ്ട എത്ര വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളില് നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ കച്ചവടത്തിൽ ഏർപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കണം, ഹലാലില്ലാത്ത വല്ലതും എന്റെ കച്ചവടത്തിലുണ്ടോ? ഞാൻ സിനിമാ സീഡി വിൽക്കുന്നുണ്ടോ? അശ്ലീല കാസറ്റ് വിൽക്കുന്നുണ്ടോ? ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുണ്ടോ? വിഗ്രഹങ്ങളും പൂജാസാധനങ്ങളും ലഹരി വസ്തുക്കളും അങ്ങനെ പല വിരോധിക്കപ്പെട്ട വല്ലതും വിറ്റ് ഞാൻ കാശുണ്ടാക്കുന്നുണ്ടോ? ബഹ്റൈനിൽ പോയപ്പോ പന്നിയിറച്ചി വരെ മുസ്ലിങ്ങൾ വിൽക്കുന്നു എന്നാ കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കി എവിടെ എത്തിയെന്ന്. പണമുണ്ടാക്കാൻ എന്ത് മാർഗവും സ്വീകരിക്കുക എന്ന ചിന്ത എനിക്ക് വന്നു പോയിട്ടുണ്ടോ എന്ന് ഒരു സ്വയം വിചാരണ ഈ സന്ദർഭത്തിൽ, ഈ സാമ്പത്തിക മാന്ദ്യം വരുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം. കച്ചവടത്തിൽ പാടില്ലാത്ത കളവ് പറഞ്ഞ് ചരക്ക് ചെലവാക്കൽ ഞാനത് ചെയ്യുന്നുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന് ഒറിജിനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ഞാൻ വിൽക്കുന്നുണ്ടോ? ഇല്ലാത്ത വർണ്ണനകൾ നൽകി മീഡിയകളിൽ പരസ്യം കൊടുത്ത ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ടോ, വഞ്ചിച്ചിട്ടുണ്ടോ? അളത്തത്തിലും തൂക്കത്തിലും ഞാൻ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? തൊട്ടടുത്ത കച്ചവടക്കാരനെ തകർക്കണം, അവൻ തൊലയണമെന്ന അസൂയ മനസ്ഥിതിയിൽ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരുപാട് സ്വയം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് എന്ന് എന്റെ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മളും നമ്മുടെ കുടുംബവും ഇത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ സാമ്പത്തിക വിനിയോഗത്തിൽ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതില്ലേ എന്ന് ആവർത്തിച്ച് ചിന്തിക്കണം. കാരണം ഇന്ന് ധാരാളമായി പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങൾക്കും ഇഷ്ടംപോലെ ഭക്ഷണത്തിന് ചെലവാക്കിയിട്ടും ഇഷ്ടംപോലെ വസ്ത്രം ഉണ്ടാക്കിയിട്ടും വീട് മാറി കയറ്റി എന്നിട്ട് പൈസ ബാക്കി തന്നെ. എന്നിട്ട് അവർ അമിതവ്യയമാണ്, ഇസ്രാഫാണ് പലർത്തും. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യത്തിനപ്പുറം ചെലവാക്കലാണ് ഇസ്രാഫ് എന്ന് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റൊരു ലേഖനം വുജൂബ് ശുക്രിൻ നിഅം വൽ ഹദ്ർ മിൻ സർഫിഹാ ഫി ഗൈരി മസാരിഫിഹാ ശർഇയ്യ, നിഅമത്തുകൾക്ക് നന്ദി കാണിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ നിഅമത്തുകളെ അതിൻ്റെതല്ല ശർഇയ്യല്ലാത്ത മാർഗത്തിലൂടെ തിരിച്ചുവിടുന്നതിനെ കുറിച്ച് ജാഗ്രത കൈക്കൊള്ളൽ നിർബന്ധമാണ് എന്നൊരു ലേഖനം അദ്ദേഹത്തിന്. അതിൽ അദ്ദേഹം ഈ ഇസ്രാഫിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അമിതവ്യയം, ആവശ്യത്തിനായി ചെലവാക്കൽ. എന്താണ് ഇസ്രാഫ്? വൽഇസ്രാഫു വസിയാദത്തു ഫീ സർഫിൽ അംവാലി അലാ മിഖ്ദാരിൽ ഹാജത്തി, ആവശ്യത്തിനുള്ള അളവിൽ കൂടുതൽ പണം ചെലവഴിക്കുക, പണം ചെലവഴിക്കുന്നതിൽ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ ധൂർത്ത്, തബ്ദീർ എന്നാണ് ഇതിന് പറയാ. സർഫുഹാ ഫി ഗൈരി വജീഹ, പണം അതിൻ്റെതല്ലാത്ത മാർഗങ്ങളിൽ വിനിയോഗിക്കുക. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യമാണ്. അമിതവ്യയവും പാടില്ല, ധൂർത്തും പാടില്ല, മിതത്വം പാലിക്കണം എന്നാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിവരിക്കുന്നിടത്ത് വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവർ പിശുക്ക് കാണിക്കൂല, അതേസമയം ലം യുസ്രിഫു അതിര് കവിയുകയുമില്ല. അതിന്റെ മധ്യത്തിലുള്ളൊരു നിലപാട്, മിതത്വ നിലപാട് അവർ കൈക്കൊള്ളുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അറാഫിൽ നമ്മോട് പറഞ്ഞു കുലൂ വശ്റബൂ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിങ്ങൾ തിന്നുക കുടിക്കുക പക്ഷെ അമിതമാകരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടമില്ലാത്ത അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടോ? നമ്മുടെ പണം ചെലവഴിക്കുന്നതിൽ പണം അള്ളാഹുവിന്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കി അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വിധത്തിൽ ഇത് ചെലവഴിച്ചാൽ അത് അള്ളാഹുവിനുള്ള നന്ദികേടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ, എന്റെ കുടുംബം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വആതിദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീൻ വബിനസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറാ, അടുത്ത കുടുംബക്കാരനും അതുപോലെ തന്നെ മിസ്കീനിനും അതുപോലെ യാത്രക്കാരനും അവരുടെ ഹക്കുകൾ, അവകാശങ്ങൾ നിങ്ങൾ കൊടുക്കുക. വലാ തുബദ്ദിർ തബ്ദീറാ, പണം ഒരിക്കലും നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണ്, സഹോദരന്മാരാണ്. നിങ്ങൾ നോക്കൂ എന്തെല്ലാം ധൂർത്തുകളായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ലേഖനത്തിൽ പറയാണ് വഖദ് ബുതുലിയൽ കസീറു മിനൻ നാസിൽ യൗം ബിൽ മുബാഹാത്തി ഫിൽ മആകിലി വൽ മശാരിബി ഖാസത്തൻ ഫിൽ വലാഇബി വഹഫലാത്തിൽ അറാസ് ഫലാ യക്തഫൂന ബിഖദ്രിൽ ഹാജ വകസീറു മിൻഹും ഇദൻ തഹന്നാസു മിനൽ അക്ലി അൽഖൗ ബാഖി തആം ഫി الزبالة
വത്തുറുഖിൽ മുംതഹന. ഇന്ന് മനുഷ്യരിൽ ധാരാളം ആളുകളെ ബാധിച്ചിട്ടുള്ള ഒന്നാണ് ഭക്ഷണത്തിലും തിന്നുന്നതിലും കുടിക്കുന്നതിലും പരസ്പരം മത്സര സ്വഭാവം ഉണ്ടാകുക. പ്രത്യേകിച്ചും സദ്യകളില്, സൽക്കാരങ്ങളില്, അതുപോലെ കല്യാണവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളില് അവിടെയൊന്നും ആവശ്യത്തിൽ നിർത്തുന്നില്ല. മാത്രമല്ല, അവർക്ക് തിന്നു കഴിഞ്ഞ് ബാക്കി ഭക്ഷണം അവര് നല്ല നല്ല ഭക്ഷണങ്ങൾ കൊണ്ടുപോയിട്ട് അവര് കുപ്പത്തൊട്ടിയിൽ തട്ടുകയാണ്. അതുപോലെ തന്നെ വത്തുറുഖിൽ മുംതഹന, അതുപോലെ തന്നെ ആളുകള് ഇംതിഹാൻ ചെയ്യുന്ന, നിസാരമാക്കുന്ന വഴികളിൽ കൊണ്ടുപോയി തള്ളാണ്. വഹാദാ മിൻ കുഫ്രിൻ നിഅമ, ഇത് അള്ളാഹു തന്ന നിഅമത്തിനെ നിഷേധിക്കലാണ്, നന്ദികേട് കാണിക്കലാണ്. വസബബും ഫീ തഹവ്വുലിഹാ വതവാലിഹാ, അള്ളാഹു തന്ന നിഅമത്ത് നീങ്ങിപ്പോകുവാനും മാറിപ്പോകുവാനും കാരണമാണിത്. ഫലാഖിലു മൻ യസിലുൽ ഉമൂറ ബിമീസാനിൽ ഹാജ, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ കാര്യങ്ങളെ ആവശ്യത്തിന്റെ തോതനുസരിച്ച് വിലയിരുത്തണം. അതാ തുലാസിൽ തൂക്കി നോക്കണം. വൈദാ ഫദല ശൈഉൻ അനിൽ ഹാജത്തി ബഹത അമ്മൻ ഹുവ ഫീ ഹാജത്തി, ആവശ്യത്തിൽ കവിഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ആവശ്യമുള്ള ആരാണുള്ളത് എന്നതിനെ പറ്റി അയാൾ അന്വേഷിക്കണം. വൈദാ തഅദ്ദറ ദാലിക വലഅഹു ഫീ മക്കാനിൻ ബഈദൻ ഇംതിഹാൻ, ഭക്ഷണം പാഴ്ചയുള്ള കുറേ ആളുകളുണ്ടല്ലോ, അത് നമുക്ക് എത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും അതിനെ അനാദരിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കരുത്. ലിതൗകുലഹു ദവാബ്, മൃഗങ്ങൾ തിന്നാൻ. വമൻ ഷാ അല്ലാഹു മിനൽ ഇബാദ്, അങ്ങനെ ഒരിക്കലും തന്നെ ഇംതിഹാൻ ചെയ്യാത്ത ഒരു ആളുകള് നിസാരമാക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാതെ മൃഗങ്ങൾക്കോ അല്ല അല്ല ഉദ്ദേശിച്ച മറ്റുള്ള ആളുകൾക്കോ കൊണ്ടുപോയി ഉപയോഗിക്കാവുന്ന തരത്തിൽ വെക്കാം. യസ്റ മിനൽ ഇംതിഹാൻ. കണ്ടോ, ഇവിടെ ഇപ്പോ മക്കയിൽ തന്നെ പല സ്ഥലത്തും പെട്ടികൾ വെച്ചിട്ടുണ്ട്. സഹോദര, നിങ്ങളുടെ ബാക്കി വരുന്ന ഭക്ഷണം ഇവിടെ എത്തിക്കുക, അത് ഇവിടുത്തെ പാവങ്ങൾക്ക് ഉപകരിക്കും. അതിനുവേണ്ടിയുള്ള ജമ്മിയ ഖൈരിയകൾ തന്നെ ഈ മക്കയിൽ പ്രവർത്തിക്കുന്നത് അൽഹംദുലില്ലാഹ് വളരെ നല്ല കാര്യമാണ്. എത്രയോ പാവപ്പെട്ട ആളുകൾ ഇവിടെയും അന്യ നാടുകളിൽ നിന്ന് വന്നിട്ട് കഷ്ടപ്പെടുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അത് എല്ലാ സ്ഥലത്തും ഉണ്ട് പാവങ്ങൾ. നമ്മൾ വിചാരിക്കും പാവങ്ങളില്ല, പാവങ്ങൾ എല്ലാ സ്ഥലത്തും ധാരാളമുണ്ട്. ഇന്ന് നോക്കൂ നിങ്ങളെ, ഭക്ഷണ സാധനങ്ങളിലും കല്യാണങ്ങളിലും മാത്രമല്ല, ശൈഖ് മുർവാസ് പറഞ്ഞത് വേഷവിധാനങ്ങളിലെ ദൂർത്ത്. ഏറ്റവും കൂടുതൽ ഇന്ന് പണം ചെലവഴിക്കുന്നത് ജ്വല്ലറികളിലും ടെക്സ്റ്റൈൽസുകളിലുമാണ്. നമ്മുടെ സഹോദരിമാർക്ക്, പ്രത്യേകിച്ച് കച്ചവടക്കാരും ബിസിനസ്സിന് പൈസ നല്ലോണം മാസാന്തം നല്ലോണം വരുമാനം വരുന്നവർ ഇടക്കിടക്ക് അവർക്ക് വസ്ത്രം വാങ്ങണം. ഒരു മാസം 2 മാസം കൂടുമ്പോൾ ടെക്സ്റ്റൈൽസ് പറ്റി കുറേ എടുത്തിട്ട് വരും. അതെടുത്ത് പുതുങ്ങിയില്ല, അപ്പോൾ തന്നെ വേറെ പുതിയ എടുക്കാൻ പോകും. ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ ഇടക്കിടക്ക് മാറ്റണം ജ്വല്ലറി പോയിട്ട്. എത്ര സംഖ്യയാണ് അതിനെ കൊണ്ട് ചെലവഴിക്കുന്നത്. ഒരു പാവപ്പെട്ട തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അത് എന്തെങ്കിലും ഒരു 10 റിയാലെങ്കിലും കൂടെ കൊടുക്കാൻ അതിൽ വലിയ പിശുക്ക് കാണിക്കും. ഇത്തരത്തിലുള്ള ദൂരത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ടിവിയിൽ കാണുന്ന ഓരോ പുതിയ പുതിയ ഫാഷൻ ഡ്രസ്സുകളും വാങ്ങിക്കൂട്ടുകയാണ്. വീട്ടുപകരണങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. ഫർണിച്ചറുകൾ ഇടക്കിടക്ക് മാറ്റും. ഇപ്പൊ പിന്നെ മൊബൈൽ ഫോണുകളുടെ തരംഗാണ്. ഇടക്കിടക്ക് ഫോണുകൾ മാറ്റുക. ഒരു ഫോൺ കൊടുക്കാൻ പുതിയ ഫോൺ വന്ന്, അതിപ്പോ 6 വന്ന് ഇപ്പൊ 7 ആയി, ഇപ്പൊ മറ്റേതായി ടാബുകൾ വാങ്ങുക. അതുപോലെ തന്നെ പുതിയ പുതിയ കമ്പ്യൂട്ടറുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വീടുകളിൽ നിറഞ്ഞിരിക്കുകയാണ്. സാധനങ്ങൾ കൊണ്ട് വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ. ഇങ്ങനെ പോയി വാങ്ങിക്കൂട്ടുകയാണ്. കാരണം ഇങ്ങനെ ഓഫറുകൾ വരികയാണ്. ആ ഓഫറുകൾക്കനുസരിച്ചൊക്കെ പോയി വാങ്ങുകയാണ്. പിന്നെ വീട് പണി, തീർത്താൽ തീരാത്ത വീട്, എന്നും വീട് പണി, സൗകര്യം കൂട്ടി. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന എത്ര ലക്ഷങ്ങളുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ട സന്ദർഭമാണിത്. ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ ഇതൊക്കെ നിർത്തിവെക്കണം. ഒരു ജീവിതത്തിലൊരു മാറ്റം, നമ്മൾ അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ മിതത്വത്തിലേക്ക് മാറണം. പുനർവിചിന്തനം നടത്താൻ പറ്റിയ സന്ദർഭം അത്. അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് നമ്മൾ ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. ലൈൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലൈൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ കഠിനമായിരിക്കും. സൂറത്ത് ഇബ്രാഹിം 77-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫദ്കുറൂനി അശ്കുറുക്കും. സൂറത്തുൽ ബഖറയിൽ പറയാണ് 152-ാമത്തെ ആയത്തിൽ, നിങ്ങൾ എന്നെ ഓർക്കൂ, ഞാൻ നിങ്ങളെയും ഓർക്കും. വസ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കൂ. വലാ തക്ഫുറൂൻ, നിങ്ങൾ എനിക്ക് നന്ദികേട് കാണിക്കരുത്. സുഹൃത്തുക്കളെ, നന്ദി എന്ന് പറയുന്നത് വാക്കുകൊണ്ട് അൽഹംദുലില്ലാ പറയല് മാത്രമല്ല, നമ്മുടെ പ്രവർത്തനങ്ങളിലും നിലപാടുകളിലുമൊക്കെ ആ നന്ദി സ്ഫുരിച്ച് കാണേണ്ടതുണ്ട്. ശൈഖ് മുർവാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫശ്ശുക്റു ലില്ലാഹി സുബ്ഹാനഹു യകൂനു ബിൽ ഖൽബി വൽ ലിസാനി വൽ അമൽ. അള്ളാഹുവിനുള്ള നന്ദി എന്നത് കൽബ് കൊണ്ട്, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അമൽ കൊണ്ടുമാണ്. ഫമൻ ശക്കറല്ലാഹ ഖൗലൻ വഅമലൻ സാദഹു മിൻ ഫളിഹി വഅഹ്സന ലഹുൽ ആഖിബ.
ആരെങ്കിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അള്ളാഹ് നന്ദി കാണിച്ചാൽ അള്ളാഹുവിന്റെ ഫളിൽ നിന്നും അവന് വർദ്ധിപ്പിച്ചു കൊടുക്കും. വഹ്സൻ ലഹുൽ ആഖിബ, അവന്റെ പര്യവസാനം അള്ളാഹു നന്നാക്കും. വമൻ കഫറ ബിനിഅമില്ലാഹി വലം യസ്രിഫ്ഹാ ഫി മസാരിഫിഹാ ഫഹുവ അലാ ഖത്രിൻ അലീം. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ആരെങ്കിലും നന്ദി കേട് കാണിക്കുകയും അനുഗ്രഹങ്ങളെ അതിൻ്റേതല്ലാത്ത മാർഗത്തിലേക്ക് അതിന്റെ മാർഗത്തിൽ തിരിച്ചുവിട്ടില്ലെങ്കിൽ, അതിൻ്റേതല്ലാത്ത മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടാൽ അവൻ ഗുരുതരമായ അപകടത്തിലാണ്. അത്തരം ആളുകൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്നാണ് അള്ളാഹുവിന്റെ താക്കീത്. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സന്ദർഭമാണ് സുഹൃത്തുക്കളെ. ഇത് ഞാൻ ചുരുക്കി പറയാണ്, നിങ്ങൾക്ക് ചില സൂചനകൾ മാത്രമാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും പടർന്ന് പന്തലിച്ചിട്ടുള്ള ഈ ധൂർത്തിനെ പറ്റിയും അമിതവ്യയത്തെ പറ്റിയുമൊക്കെ നമ്മളും നമ്മുടെ ഭാര്യമാരും മക്കളും എല്ലാവരും ചിന്തിക്കണം. മാന്യം വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഇതൊന്നും നമ്മൾ ചുരുക്കൂല. നമ്മുടെ ഒരു സൽക്കാരവും കുറക്കൂല, കല്യാണം കുറക്കൂല, വീടുപണി നിർത്തൂല, എല്ലാം അതേപടി. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങൾ അത് കുറക്കും. നമ്മെ ആശ്രയിച്ച് കഴിയുന്നവരോടൊക്കെ വിളിച്ചു പറയും, ഇതാ സാമ്പത്തിക പ്രയാസമാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സഹായിക്കാൻ കഴിയില്ലട്ടോ എന്ന് പറയും. എല്ലാവരും പറയുന്നല്ല, ചില ആളുകൾ പെട്ടെന്ന് അങ്ങനെയാണ് പറയുക. യഥാർത്ഥത്തിൽ നമ്മുടെ സഹായം ലഭിക്കുന്ന ദുർബലരുടെ, പാവപ്പെട്ടവരെ പ്രാർത്ഥന കൊണ്ടാവും ഒരുപക്ഷെ നമ്മൾ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായാൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിൽഅഫായിക്കും, നിങ്ങളിലെ ദുർബലന്മാരെ കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് ലഭിക്കുന്നതും നിങ്ങൾ സഹായിക്കപ്പെടുന്നതും. ഈ ചിന്ത ഒരിക്കലും നമുക്ക് മറന്നു പോകാൻ പാടില്ല സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തണം, അതിൽ യാതൊരു സംശയമല്ല. മൂന്നാമത്തെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, തൗബയിലൂടെ ഈ പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുമായി ധാരാളമായി അടുക്കണം. ദുആ ദിക്റുകളിലൂടെ മാന്യത്തിന്റെ ഭൗതിക കാരണങ്ങൾ ചർച്ച ചെയ്ത് ഇപ്പോഴും ഫോൺ ചെയ്തിട്ട് അമേരിക്കയിൽ അങ്ങനെയാണ്, മറ്റോടത്ത് ഇങ്ങനെയാണ്, അവിടെ ഇങ്ങനെ കച്ചവടം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പലതും ചർച്ച ചെയ്തിട്ട് നമ്മൾ നേരം കളയുന്നതിന് പകരം അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ പരീക്ഷിച്ച് നമ്മൾ ഈ ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വ തുൻസിൽ മുൽക മിമ്മൻ തശാ എന്ന ആയത്തുണ്ടല്ലോ. അള്ളാഹു ആണ് ആധിപത്യം നൽകുന്നവൻ. ആധിപത്യം ഉദ്ദേശിക്കുന്ന ആധിപത്യം നൽകും, അതുപോലെ തന്നെ ആധിപത്യം എടുത്തു കളയും. തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്ന ഇജ്ജത്തുള്ളവനാക്കുന്നു, നീ ഉദ്ദേശിക്കുന്ന നിന്ദ്യനാക്കുന്നു. ഏത് പണക്കാരനെയും നിസാരനാക്കി പാവപ്പെട്ടവനാക്കി മാറ്റാൻ അള്ളാഹുവിന് ഒരു പ്രയാസമല്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാതെ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഗതികളിലേക്ക് വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. ഈ സന്ദർഭത്തിൽ ദുആ ഏറ്റവും വലിയ ആയുധമാണ് എന്ന് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കണം. ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളൊന്നും നിർത്തിവെക്കാതിരിക്കുക. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, സൂറത്ത് നഹ്ലിലെ 128 ആയത്തിൽ അള്ളാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്, അതുപോലെ നന്മകൾ പ്രവർത്തിക്കുന്നവരോടൊപ്പമാണ്. അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ നമ്മൾ നിലനിർത്തുകയാണ് വേണ്ടത്. ഇത്തരം ഘട്ടങ്ങളിൽ നന്മകൾ നിർത്തിവെക്കുകയല്ല, നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട. സദഖകളൊക്കെ വർദ്ധിപ്പിച്ച് കൂടുതൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനും ഇബാദത്തുകൾക്കൊക്കെ സമയം കണ്ടെത്താനും വേണ്ടത്. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീണ്ടും വിചാരം ഉണ്ടാകാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 2 ഹദീസുകൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. സമയം അധികമായിട്ട് കൂടുതലായാൽ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ നീട്ടിപ്പം സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല കച്ചവടക്കാരനെ പറ്റി പറഞ്ഞ ഹദീസും അതുപോലെ തന്നെ മോശം കച്ചവടക്കാരനെ പറ്റി പറഞ്ഞ 2 ഹദീസുകളെ കേൾപ്പിക്കണം. ഒന്ന്, അത്താജിറു സദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ, ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. സത്യസന്ധനായ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ നാളെ പരലോകത്ത് നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെയായിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തായ ഒരു സംഗതിയാണ് കച്ചവടം എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതേസമയം ഇന്ന തുജ്ജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ, കച്ചവടക്കാർ നാളെ ഖിയാമത്ത് നാളിൽ തമ്മാടികളായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ഇല്ലാ മനിത്തഖല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചവരൊഴികെ, വബർറ വസദഖ, നന്മ ചെയ്യുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്തവരൊഴികെ. അതുകൊണ്ട് തഖ്വയും സത്യസന്ധതയും നന്മകളും കൈവിടാതെ നമ്മൾ യഥാർത്ഥത്തിൽ ബിസിനസ്സും കൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് പരലോകത്തേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് നമ്മുടെ സഹോദരന്മാർ ചിന്തിക്കണം. ഏത് സമ്പാദ്യമാണ് ഏറ്റവും വിശിഷ്ടമെന്ന് ചോദിച്ചപ്പോ അമലുർ റജുലു ബിയദിഹി, ഒരാൾ തന്റെ കൈകൊണ്ട് അധ്വാനിക്കുന്നതും, വകുല്ലു ബൈഇൻ മബ്റൂർ, ഹറാമുകൾ വരാത്ത കച്ചവടവും
എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടത്. അത് കച്ചവടം ഒരു പുണ്യപ്രവർത്തനമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. നല്ല നിയ്യത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സഹോദരങ്ങളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സമൂഹത്തിലെ തമ്മാടിത്തങ്ങൾ കണ്ട് അതിൽ ലയിച്ചു പോകാതെ ഏത് ഘട്ടത്തിലും ഇസ്ലാമിനെ മുറുകെ പിടിക്കുവാൻ നമ്മുടെ സഹോദരന്മാർക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.